ചരിത്രം വമ്പന്മാരുടേത് മാത്രമാണെന്ന് എഴുതി വെച്ച ഫുട്ബോൾ നിയമപുസ്തകങ്ങളിലെ പേജുകൾ ഓരോന്നായി കീറിപ്പൊളിക്കുകയാണ് ഒരു കൂട്ടം ലോക ഫുട്ബോളിലെ പുതിയ വിപ്ലവകാരികൾ. ക്യാബോ വെർഡെ ആദ്യമായി ലോകകപ്പിൽ കളിക്കാനിറങ്ങിയവർ. അവരെ അങ്ങ് ചെറുതാക്കി കാണാൻ നോക്കിയവർക്ക് മുന്നിൽ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ പൂട്ടിയാണ് അവർ തുടങ്ങിയത്. ഇപ്പോഴിതാ കരുത്തരായ ഉറുഗ്വേയും അവർ തളച്ചിരിക്കുന്നു. അതും 2 ഗോളുകളുടെ പ്രൗഢമായ സമനില. ഞങ്ങൾ വെറുതെ പന്ത് തട്ടാൻ വന്നവരല്ലെന്ന് കളി പഠിപ്പിക്കാൻ വന്ന വമ്പന്മാർക്ക് കൃത്യമായി കാട്ടിക്കൊടുത്തു ഈ കൊച്ചു രാജ്യം. ഒപ്പത്തിനൊപ്പം പോരാടി വമ്പന്മാരെ 8ന്റെ പൂട്ടിട്ട് പൂട്ടിയ ഈ സമനില അവർക്ക് വിജയത്തോളം പോന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കായിക ലോകം ഇന്നിപ്പോൾ ക്യാബോ വെർഡെയുടെ കളി ഇത്രമേൽ ആഘോഷിക്കുന്നത്. മത്സരത്തിലേക്ക് വന്നാൽ കളി ആരംഭിച്ച് 21ാം മിനിറ്റിൽ തന്നെ ആ ചരിത്ര നിമിഷത്തിന് സ്റ്റേഡിയം സാക്ഷിയായി. ക്യാബോ വെർഡെക്ക് അനുകൂലമായി ലഭിച്ച ഒരു ഫ്രീ കിക്കെടുത്ത കെവിൻ പിനെയുടെ മനോഹരമായ ഒരു കർവിംഗ് ഷോട്ട് ഉറുഗ്വൻ പ്രതിരോധ മതിലിനെയും ഗോൾ കീപ്പറെയും അമ്പരപ്പിച്ച് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തുളച്ചു കയറി. അങ്ങനെ ലോകകപ്പ് ചരിത്രത്തിലെ ക്യാബോ വെർഡെയുടെ ആദ്യ ഗോൾ പിറക്കുകയാണ്. പെട്ടെന്നുണ്ടായ ഈ പ്രഹരത്തിൽ ഞെട്ടിയ ഉറുഗ്വേ തിരിച്ചെടുക്കാൻ സർവ്വശക്തിയുമെടുത്തു. ഒടുവിൽ 43ാം മിനിറ്റിൽ അവർ സമനില പിടിച്ചു. ഇടതുവിങ്ങിൽ നിന്ന് ഉയർന്നു വന്ന പന്ത് ഉറുഗ്വൻ താരം സെബാസ്റ്റ്യൻ കാസറസ് പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്തെങ്കിലും ക്യാബോ വെർഡെ കീപ്പർ പൊസീനിയയുടെ ദേഹത്ത് തട്ടി അത് റീബൗണ്ട് ചെയ്തു. എന്നാൽ കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ മാക്സി അരൗജോ ഒരു ലോവർ ഹെഡിലൂടെ പന്ത് വലയിലെത്തിച്ചു. അവിടെയും തീർന്നില്ല. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഉറുഗ്വേ വീണ്ടും കളം പിടിച്ചു. ബോക്സിന് പുറത്തു നിന്നുയർന്ന ഒരു മനോഹരമായ സ്കൂപ്പ് പാസ് മാക്സി അരൗജോ ഹെഡ് ചെയ്ത് പോസ്റ്റിന് കുറുകെ എത്തിക്കുന്നു. അവിടെ കൃത്യമായ സ്ഥാനത്തുണ്ടായിരുന്ന അഗസ്റ്റിൻ കനോബിയോ പന്ത് അനായാസം വലയിലാക്കി. അങ്ങനെ 1ാം പകുതി പിരിയുമ്പോൾ ഉറുഗ്വേ 2-1 മുന്നിലെത്തി. പക്ഷേ ചോരത്തിളപ്പുള്ള ക്യാബോ വെർഡെയുടെ ചെറുപ്പക്കാർ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. 2ാം പകുതിയുടെ 61ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അവരുടെ 2ാം ഗോൾ പിറന്നു. ബോക്സിന് തൊട്ടരികിൽ നിന്ന് ലഭിച്ച ഒരു ത്രോയിൻ പന്ത് തട്ടിയകറ്റാൻ ഉറുഗ്വൻ ഗോളി മുന്നോട്ട് കയറി വന്ന നിമിഷത്തിലാണ് ഹീലിയോ വരേല എന്ന ക്യാബോ വെർഡെ താരത്തിന്റെ ബുദ്ധിപരമായ നീക്കം. പന്ത് സ്വീകരിച്ച ഹീലിയോ ഗോളിയെ അതിസമർത്ഥമായി വെട്ടിച്ച് ഒഴിഞ്ഞുകിടന്ന പോസ്റ്റിലേക്ക് അനായാസം പന്ത് തിരിച്ചുവിട്ടു. സ്കോർ 2-2. ആദ്യ മത്സരത്തിൽ സ്പെയിനിനെതിരെ പ്രതിരോധത്തിന്റെ വൻമതിലാണ് അവർ തീർത്തതെങ്കിൽ ഉറുഗ്വേക്കെതിരെ ആക്രമണത്തിന് മൂർച്ച കൂടിയാണ് ഈ കൊച്ചു രാജ്യം ലോകത്തിന് കാട്ടിക്കൊടുത്തത്. വമ്പന്മാർ എഴുതി വെച്ച സമവാക്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി ക്യാബോ വെർഡെ കുതിക്കുകയാണ്. അവർ വന്നത് ചരിത്രം തിരുത്തി കുറിക്കാൻ തന്നെയാണ്.